ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വോക്ക് അറൗണ്ട് ചെയ്യാൻ പോകുന്നത് മെർസിഡീസ് ബെൻസ് GLE 450 ആണെന്ന് തോന്നുന്നു. ഈ വണ്ടിയിൽ എവിടെ ഒരു ബാഡ്ജ് ഇല്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു മെർസിഡീസ് എക്സ്പേർട്ട് അല്ല. സോ ഐ ഗെസ് ഇറ്റ്സ് 450 ആണെന്ന് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് കണ്ടത്. സോ നമ്മളത് 450 ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ഈ വണ്ടി വോക്ക് അറൗണ്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്സ്. ഇത് ഗ്രില്ല് AMG അല്ല, AMGയിൽ ലൈൻ ഗ്രിൽസാണ് പറഞ്ഞത്. ഇതാണ് ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ്, 360 ക്യാമറ, അത് വിൻഷീൽഡിൽ 2 ക്യാമറയുണ്ട്. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് എന്നുള്ള ഓവറോൾ ലുക്ക്. സ്പെൻഡറിൻ്റെ എംബ്ലം, ഇവിടെയും എംബ്ലം, ഹൈ പെർഫോമൻസ് ലൈറ്റ്. ഇതിനൊരു 20 ഇഞ്ച് അലോയ് വീലാണ്. അലോയുടെ അകത്ത് AMG ബാഡ്ജിങ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് AMG. വീൽസ് മാത്രം ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതാണ് സൈഡ് പ്രൊഫൈൽ. അത്യാവശ്യം വലിയൊരു CV തന്നെയാണത്. ഇന്റീരിയർ ഇതിൻ്റെ അകത്ത് കയറി ഇരുന്നിട്ട് ഇന്റീരിയറിലോട് നോക്കുമ്പോൾ ഒരു സുഖം കിട്ടും. ഗിയർ സെലക്ടേഴ്സ്, ട്രാക്ക് പാഡ്, ടച്ച് സ്ക്രീൻ, ഈസി വെൻസ്, എല്ലാവരും ഭയങ്കര പ്രീമിയം ലുക്ക് തന്നെയാണ്. ഇതാണ് റെയർ സീറ്റ് കാണുന്നുണ്ടോ? ഓക്കെ, ലുക്ക്. വണ്ടിക്ക് ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട്, എന്നെക്കാളും നല്ല ഹൈറ്റ് ഉണ്ട്. ഇതാണ് റെയർ എന്നുള്ള ലുക്ക്. കണ്ടില്ലേ, ഇപ്പൊ ഒരു ബാഡ്ജിങ്ങും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഫുൾ LED, ബാക്കി എല്ലാ ലക്ഷറി ആയിട്ടുള്ള സെറ്റപ്പും ഉണ്ട്. ഇതാണ് എക്സോസ്റ്റിന്റെ, പക്ഷെ ഇത് ഫേക്ക് ആണ്. റിയൽ എക്സോസ്റ്റിന്റെ അടിയിലാണ്. ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. ഇത് ഇപ്പർ സൈഡിലുള്ള വ്യൂ. ഈ വ്യൂവിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പർ സൈഡ് നിങ്ങൾ കണ്ടാണ്. എന്നാലും വെറുതെ ഒരു വ്യൂ. സ്കൂട്ടി നടക്കാം. എന്നിട്ട് ഫ്രണ്ടിൽ കണ്ടു ഒരു ക്യാപ്പില്ലാണത് പാർക്ക് ചെയ്ത്. ആരും പാർക്ക് ചെയ്ത് എനിക്ക് അറിഞ്ഞില്ല, കുട്ടികളാരെങ്കിലായിരിക്കും. അപ്പോൾ ഇത് 450 ആണെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വരണത് ഒരു 3 ലിറ്റർ ഇൻലൈൻ 6 മൈൽഡ് ഹൈബ്രിഡ് എൻജിൻ, ഒരു 325 ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്പെക്സ് കണ്ടതിൽ വെച്ച് അങ്ങനെയാണ്. ഇതിനൊരു 2 ലിറ്റർ ഇൻലൈൻ 4 ഉണ്ട്, പിന്നെ 3 ലിറ്റർ ഇൻലൈൻ 6 ഉണ്ട്, വിത്ത് ഹൈബ്രിഡ് ആൻഡ് വിത്തൗട്ട് ഹൈബ്രിഡ്. പിന്നെ ഒരു 4 ലിറ്റർ V8 വിത്ത് ഹൈബ്രിഡ്, അത് 63S53-ലൊക്കെയാണ് ആ എൻജിൻ വരുന്നത്. ഏകദേശം ഒരു 275 ഹോഴ്സ് പവേഴ്സ് തൊട്ട് ടോപ്പ് വേരിയന്റിൽ ഒരു 609 ഹോഴ്സ് പവർ വരെയാണ് ഈ വണ്ടിയുടെ അകത്തുള്ള വേരിയൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ChatGPTന്ന് എടുത്ത സ്പെക് ഷീറ്റാണ്. എന്തായാലും ഇവിടെ കൊടുത്തേക്കാം, ആവശ്യം വരും. ഞാൻ ഈ വണ്ടി കണ്ടപ്പോൾ മേടിച്ചാലെന്ന് ആലോചിച്ചു, പിന്നെ പേഴ്സിൽ നോക്കിയപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു. എന്തിനാ വെറുതെ. ഇതാണ് ഈ വണ്ടിയുടെ ലുക്ക്. ഇത്രയുള്ള ഈ വണ്ടിയുടെ വിശേഷം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.